നമസ്കാരം. ഊണിനൊപ്പം സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു തീയലാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. വെണ്ടയ്ക്ക തീയൽ. തീയൽ ഉണ്ടാക്കുന്നതിനായി ആദ്യം നമുക്ക് പുളി പിഴിഞ്ഞെടുക്കണം. അതിനായി ഞാനിവിടെ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുക. 15 മിനിറ്റ് നേരം ഇത് വെള്ളത്തിലിട്ടതിന് ശേഷം ഈ വെള്ളത്തിൽ തന്നെ ലയിപ്പിച്ചെടുക്കണം. കൈ ഉപയോഗിച്ച് നന്നായിട്ട് തിരുമ്മി പിഴിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. പുളി ലയിപ്പിച്ചെടുത്ത വെള്ളം നന്നായിട്ട് അരിച്ചെടുത്ത ശേഷം മാറ്റി വെക്കുക. അടുത്തതായിട്ട് നമുക്ക് തേങ്ങ വറുത്തരയ്ക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും. ഇനി ഇത് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നിർത്താതെ ഇളക്കി കൊടുക്കുക. ചെറുതായിട്ട് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ തീ മീഡിയം ഫ്ലെയിമിൽ നിന്നും ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കാൻ മറക്കരുത്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം 1 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ പൊടികൾ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ഈ പാത്രത്തിൻ്റെ ചൂടിൽ തന്നെ പൊടികൾ മൂത്ത് കിട്ടും. ഇനി ഈ വറുത്തെടുത്ത തേങ്ങയെ ചൂടൊരൽപ്പം കുറയുന്നതിനായിട്ട് പാത്രത്തിലേക്ക് സ്പ്രെഡ് ചെയ്ത് വയ്ക്കുക. ചൂടൊരൽപ്പം കുറഞ്ഞു കഴിയുമ്പോൾ ചെറിയ ചൂടോടുകൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. അരയ്ക്കുമ്പോൾ ഈ തേങ്ങയ്ക്കുള്ളിലെ എണ്ണ ഇറങ്ങി ആ എണ്ണയിൽ വേണം ഇത് അരച്ചെടുക്കാൻ. ഈ തേങ്ങ നമ്മൾ അരയ്ക്കുമ്പോൾ വെള്ളം ചേർത്തെടുക്കുകയാണെങ്കിൽ ഇതിന് കളർ കിട്ടത്തില്ല, വെളുത്തിരിക്കും. വീണ്ടും ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടാക്കിയിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിത്തിരുമ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം 3 വറ്റൽമുളക് നടുവേ കീറിയത് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 5 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ സവോളയുടെ പകുതി അരിഞ്ഞതും ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് നടുവേ കീറിയതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. സവോള ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്കയുടെ സ്റ്റിക്നെസ് എല്ലാം ഇങ്ങനെ വഴറ്റി കൊടുക്കുമ്പോൾ മാറിക്കിട്ടും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഏകദേശം 3 മിനിറ്റ് വഴറ്റിയ ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് വറുത്തരച്ച തേങ്ങയും ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഗ്രേവി ഒരല്പം കൂട്ടാനായിട്ട് ഞാനിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പോരാത്തത് ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊരു 3 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കണം. ഇപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ അടുപ്പ് മാറ്റി കൊടുത്തിട്ടുണ്ട്. സ്വാദിഷ്ടമായ വെണ്ടയ്ക്ക തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.